Hey folks, it's me Dave back again. So എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺഡേ 24th of February. സോ ഇന്ന് ആക്ച്വലി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ടാസ്ക് ഒരു EV സൈക്കിൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുകയാണ്. EV സൈക്കിൾ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ്. പക്ഷെ ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EV സൈക്കിളാണ്. എനിക്ക് തോന്നുന്നത് ഇത് ചാർജിങ് ടൈം വരുന്നത് ഒരു 2-3 hours ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 45+ കിലോമീറ്റേഴ്സ് നമുക്ക് നോർമലി നമുക്ക് സൈക്കിളിൽ പോകാൻ പറ്റും. 45 to 50 കിലോമീറ്റേഴ്സ് നമുക്ക് സൈക്ലിംഗ് ചെയ്യാൻ പറ്റും. ലൈക്ക് യൂസിങ് ലൈക്ക് ദ മോട്ടോർ പവർ. സോ ഇപ്പോൾ ആക്ച്വലി ഞാൻ മോട്ടറിലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 24 സ്പീഡ് ലൈക്ക് ലിമിറ്റിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിന് നോക്കി കഴിഞ്ഞാൽ ഒരു 3-4 മോഡ്സ് ഉണ്ട്. ഓട്ടോമാറ്റിക്കലി ഇത് പുഷ് ചെയ്യും കുറച്ചൊക്കെ. ആൻഡ് ഫസ്റ്റ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ സ്പീഡ് ലൈക്ക് ദ പവർ വിൽ ബി ലൈക്ക് ലോ. ഫസ്റ്റ് ഒരു മോഡിൽ നമുക്ക് ലോ സ്പീഡ് ആയിരിക്കും. പിന്നെ സെക്കൻഡ്, തേർഡ് അങ്ങനെ 3 മോഡ്സ് ഉണ്ട്. സോ ഇതിൻ്റെ തേർഡ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഇനിയും കുറച്ചും കൂടി നല്ല പെർഫോമൻസ് ആവും. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശമായ റോഡിൽ കൂടെയാണ്. ആൻഡ് ഇതിൽ ഏകദേശം ഫസ്റ്റ് മോഡിൽ ഇപ്പോൾ നല്ല പുഷ് ചെയ്ത് എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഈസിയാണ്, ലൈക്ക് ഒരു ബൈക്ക് ഫീലാണ് കിട്ടുന്നത്. ആൻഡ് ഈ ഒരു സൈക്കിളിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 13,000 rupees വരുന്നത്. ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ലോട്ട് ഓഫ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഹായ് ആൻ്റണി. ഇത് ഹോസ്റ്റലിൻ്റെ ഡീടൂറിങ് ആണ്. ഇതിപ്പോൾ എൻ്റെ നെയ്ബർഹുഡിലുള്ള ഒരു ഹോസ്റ്റലാണ്. സോ ഡീടൂറിങ് ഓൺ എ സൈക്കിൾ, EV സൈക്കിൾ ടാസ്ക്. യാ സോ ഇപ്പോഴത്തെ നമ്മുടെ പെട്രോളിൻ്റെ വില വെച്ചിട്ട് ഈ ഒരു സൈക്കിൾ എനിക്ക് തോന്നുന്നത് ടോപ്പ് ആണ് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 കിലോമീറ്റർ, ഒരു 10 കിലോമീറ്റർ ഒക്കെ എന്തെങ്കിലും മേടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ സൈക്കിൾ യൂസ് ചെയ്യാം. ഈ സൈക്കിൾ നമുക്ക് യൂസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ EV ആണ്. 2-3 hours, അതായത് മിനിമം ഒരു ചെറിയൊരു ബഡ്ജറ്റിലുള്ള പ്രൈസിങ് വരുന്നുള്ളൂ. ഫ്യൂവലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഫ്യൂവലും ബൈക്കിൻ്റെ സ്പെയർ പാർട്സിൻ്റെ എക്സ്പെൻസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു മാസത്തിൽ എങ്ങനെ പോയാലും നമ്മളൊരു 10 തവണ ഷോപ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 500 rupees പെട്രോള്, ബൈക്സിൻ്റെ മെയിൻ്റെനൻസ് ലൈക്ക് സ്പെയർ പാർട്സ് റൺ ചെയ്യുന്നതിൻ്റെ മെയിൻ്റെനൻസ് എല്ലാം കൂടി കൂട്ടി കഴിയുമ്പോൾ ഒരു 6-7K വരും. പക്ഷേ ഇത് ഒരു 7K ഇതിൻ്റെ എല്ലാ പരിപാടിയും തീരും. മീൻസ് 7K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി നമുക്ക് അത്രയും ഡീപ്പായിട്ട് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു സൈക്കിളിനെ കമ്പയർ ചെയ്ത്. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ സിറ്റുവേഷനാണിത്. ഈ റോഡിൽ കൂടെ എത്രയും സ്മൂത്തായിട്ടാണ് എനിക്ക് ഓടിക്കാൻ പറ്റുന്നത് ഈ ഒരു സൈക്കിൾ. ആൻഡ് ഫ്യൂച്ചറിലെ പെട്രോളിൻ്റെ റേറ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ദിസ് ഇസ് ദ ബെസ്റ്റ് സൈക്കിൾ ഐ ക്യാൻ ടെൽ.